നമസ്കാരം, എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മളൊരു വെക്കേഷൻ സീസണിലേക്ക് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം പല കുട്ടികൾക്കും ഒരു ലോങ് ലീവ് അല്ലെങ്കിൽ കുറച്ച് നാൾ വീട്ടിൽ നിൽക്കാനും പല കാര്യങ്ങളിൽ ഇടപെടാനൊക്കെ ഉള്ള ഒരു അവസരമാണ്. അപ്പോൾ പാരൻസും കുട്ടികളും ഒരുപോലെ ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ആണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ കൂടുതലും എഡ്യൂക്കേഷനിലാണ് അവർ പ്രധാനമായിട്ടും അവരുടെ സമയവും പ്രയോറിറ്റി എല്ലാം കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇരുന്നത്. പക്ഷേ ഇനിയുള്ള ഈ വെക്കേഷൻ ടൈം കുറച്ചും കൂടെ ലൈഫ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കിയെടുക്കുന്നതിന് സാധിക്കുമെന്നുള്ളത് കുട്ടികളും അതുപോലെ തന്നെ പാരൻസും ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലൊന്നാമത് ഡയറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് കൂട്ടുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി നേരിട്ട് മുഖത്ത് നോക്കി സംസാരിക്കുന്നതിനും പല ആക്ടിവിറ്റികളിൽ ഇടപെടുന്നതിനും പല കാര്യങ്ങൾ ചെയ്യുന്നതിനും, അത് ഗെയിമുകളാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റികളാവാം, അങ്ങനെയുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻസ് പരമാവധി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു വെക്കേഷൻ ടൈം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്ക്രീനിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫ് കുറേ കൂടെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. നിങ്ങളുടെ മക്കൾ അതിനു വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റികളിൽ പരമാവധി കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് പാരൻസ്, അച്ഛനും അമ്മയും ചെയ്യുന്ന കാര്യങ്ങൾ അവരെ കൂടെ ഉൾപ്പെടുത്തിക്കുകയും നമുക്ക് ആവശ്യമായ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവരെ വിളിക്കുകയും അവരെ കൂടി ഇൻവോൾവ് ചെയ്യിക്കുകയും മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ ടാസ്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ കുറേ കൂടെ റിയാലിറ്റിയിൽ അല്ലെങ്കിൽ ഈ വേൾഡ് എന്താണെന്നുള്ളത് കുറേ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിലാക്കി വളർന്നു വരുന്നതിന് കഴിയും എന്നുള്ള വസ്തുത നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക. ഇപ്പോൾ കിച്ചണിലെ ആക്ടിവിറ്റികളാണെങ്കിലും ഇൻഡോർ ആയിട്ടുള്ള ആക്ടിവിറ്റികളാണെങ്കിലും പുറത്തുള്ള ആക്ടിവിറ്റികളാണെങ്കിലും അങ്ങനെ പരമാവധി ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഗ്രൗണ്ടഡ് ആയിട്ട് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാനുള്ളൊരു അവസരമായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈം കാണുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ എക്സർസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നത് നല്ലതാണ്. റിലേറ്റീവ്സ്, ക്ലോസ്ഡ് ആയിട്ടുള്ള റിലേറ്റീവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പല വിധത്തിലുള്ളൊരു സോഷ്യൽ ഇഷ്യൂസ്, നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള പലവിധ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഇവാലുവേഷനും ഡിസ്കഷനൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നടത്തുന്നത് ഈ സമയത്ത് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കുട്ടികളെ അക്കാഡമിക് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വ്യക്തിയായിട്ട്, ഒരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ലൈഫ് സ്കില്ലുകൾ അവരെ പഠിപ്പിക്കുന്നതിനും അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനും നമ്മൾ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനുമുള്ള ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ബെനിഫിഷ്യലായിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ടൈമായിട്ട് ഈ വെക്കേഷൻ ടൈം കാണേണ്ടുന്നത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അത് അവരെ ലോങ് ടൈം ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള വസ്തുത ഓർത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.